മതവും ജാതിയും രാഷ്ട്രീയവുമൊക്കെ അതെല്ലാം വെവ്വേറെയാണെങ്കിലും ഇവ തമ്മിൽ ഒരു പുലബന്ധം പോലും പുലർത്തേണ്ടതില്ലെങ്കിലും മതവും രാഷ്ട്രീയവും ബന്ധപ്പെടുത്തി തന്നെ അങ്ങനെ തന്നെ പോകണമെന്ന് ശാഠ്യം പിടിക്കുന്നവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് തന്നെ തങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന മതവും അതിൽ ഉൾപ്പെട്ട സമുദായങ്ങളും എക്കാലത്തും തങ്ങളെ അധികാരത്തിലിരുത്തുവാനുള്ള വെറും വോട്ട് യന്ത്രങ്ങളായി കാണുന്നവരായി മാറിയിരിക്കുന്നു അധികാര ഭരണവർഗങ്ങൾ. അതുകൊണ്ടാണ് തങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ആ അധികാരത്തിന്റെ തണലിൽ ലഭിക്കുന്ന എച്ചിൽ കഷ്ണങ്ങളായിരുന്നു എന്ന ബോധ്യത്താൽ ഇടയ്ക്കെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കുവാൻ ഇവിടെ മതങ്ങളും സമുദായങ്ങളും അവര് ഏതെങ്കിലും സമയത്ത് ഇങ്ങനെയൊക്കെ തയ്യാറാവുന്നതാണ്. എന്നാൽ അതിൽ വിറളി പൂണ്ട അധികാര വർഗങ്ങൾ എന്തു പറയുന്നു, എന്തു പ്രവർത്തിക്കുന്നുവെന്ന് പറയുവാനും സാധിക്കില്ല. ഇവിടെ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ എന്നും കൊന്നും കോൺഗ്രസിനും അതിനോടൊപ്പം UDFനും വോട്ട് ചെയ്യണമെന്ന ആ ഒരു കരാർ ഉള്ളതുപോലെയാണ് ചില കോൺഗ്രസ് നേതാക്കളുടെയും ഇതേ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ചില മുസ്ലിം നേതാക്കളുടെയും എല്ലാം നിലപാട്. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും സഭാ നേതൃത്വങ്ങൾക്ക് അവർ നൽകാറുമില്ല. പലപ്പോഴും കോൺഗ്രസ് നേതാക്കളെക്കാൾ വാശിയോടുകൂടി കോൺഗ്രസ് രാഷ്ട്രീയം പറയുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മതമേലധ്യക്ഷന്മാരെ ലഭിച്ചതാണ് കോൺഗ്രസ്സുകാരുടെ ഇക്കാലം അത്രയുള്ള ഒരു നേട്ടമായി കണ്ടിരുന്നത്. എന്നാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ആ മാറിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രായോഗിക രാഷ്ട്രീയം പയറ്റേണ്ടി വരികയാണ് രാഷ്ട്രീയക്കാരല്ലാത്ത ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങൾക്ക്. ലോക സമാധാനത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഇസ്ലാം മത ഭീകരവാദം മുതൽ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രവാദം വരെ അതിൽ ഉൾപ്പെടുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുക്കുന്ന BJP ഉയർത്തുന്ന രാഷ്ട്രീയമാണ് രാജ്യമാസകലം ഇപ്പോൾ നടക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭരിക്കുന്നത് BJP ആണ്. കേന്ദ്ര ഭരണം പോലും കഴിഞ്ഞ 3 ടേമുകളിലായി BJP തന്നെ നേതൃത്വം കൊടുക്കുന്ന NDA എന്ന അവരുടെ ദേശീയ ജനാധിപത്യ സഖ്യം തുടർച്ചയായി ഇങ്ങനെ ഭരിക്കുകയാണ്. അപ്പോൾ പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJPയെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന ഗവൺമെന്റിനോടും മുഖം തിരിഞ്ഞു നിൽക്കണം. അങ്ങനെ മുഖം തിരിഞ്ഞു നിന്നാൽ ആർക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടാകുക? ആ തിരിച്ചറിവിലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പല ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്രിസ്മസിനും ഈസ്റ്ററിനുമെല്ലാം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും മറ്റു നേതാക്കളെയുമെല്ലാം സഭകൾ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തെ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ഇസ്ലാം മതഭീകരവാദികളിൽ നിന്നാണെന്നൊരു തിരിച്ചറിവും ഇക്കൂട്ടർക്കുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഹിന്ദുത്വവാദം എത്രയോ ഭേദമെന്ന് കരുതുന്നവരും ഇവിടെ കൂടി വരികയാണ്. കേരളത്തിൽ സമീപഭാവിയിൽ ഉണ്ടായ നിരോധിത ഇസ്ലാം സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്രമണത്താൽ ആ കൈപ്പത്ത് നഷ്ടപ്പെട്ടു പോയ ജോസഫ് മാസ്റ്ററെയും അന്ന് അക്രമത്തിന് ഇരയാകേണ്ടി വന്ന മാഷിന്റെ സഹോദരിയായ കന്യാസ്ത്രീയുടെ ആ ജീവിതം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഒരു പാഠമാക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏകദേശം ഒരേ ജനസംഖ്യാ കണക്കിൽപ്പെടുന്ന കേരളത്തിലെ ഒരു പാർലമെന്റ് മണ്ഡലം BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമായി വിധിയെഴുത്തുണ്ടായത്. നിരവധി മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയതും അതുകൊണ്ടൊക്കെയാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വഖഫ് ഭൂമി പ്രശ്നത്തിൽ ഭൂമി നഷ്ടപ്പെടാതിരിക്കുവാൻ ദിവസങ്ങളായി സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ക്രിസ്ത്യാനികളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും തയ്യാറാകാത്തപ്പോൾ BJP മാത്രമാണ് അവരോടൊപ്പം നിന്നത്. അവസാനം പാർലമെന്റിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യുവാനുള്ള ഒരു ബിൽ BJP കൊണ്ടുവന്നപ്പോൾ മുൻപത്തെ ക്രിസ്ത്യാനികളോടൊപ്പം കൂടെ നിൽക്കേണ്ട അവരുടെ വോട്ട് നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസ് നേതാവായ ഹൈബി ഈഡൻ പോലും ബില്ലിനെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല വഖഫ് ഭേദഗതി ബില്ലിനെ അതിനെതിരായി വോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായി ഞങ്ങൾ ഒന്നും ചെയ്തു തന്നില്ല എങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് തന്നെ ചെയ്യണമെന്ന ആ കോൺഗ്രസ്സുകാരുടെ ചിന്താഗതി ഉണ്ടല്ലോ, അതിന് മറുപടി ഏത് ഭാഷയിലാണ് തരേണ്ടതെന്നറിയില്ല. ഇപ്പോഴിതാ കോൺഗ്രസ്സുകാർ പണ്ട് കൊണ്ടുവന്ന വഖഫ് നിയമം പൊളിച്ചെഴുതുവാനായി അങ്ങനെ മുൻകൈയെടുത്ത കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു മുനമ്പത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ ഈ കോടതികളുടെ പോലും ഇടപെടലുകൾ വരാവുന്ന ഈ വഖഫ് ഭേദഗതി ബിൽ അത് പ്രാബല്യത്തിൽ വരുവാൻ അല്പ ദിവസത്തെ നടപടികൾ കൂടി ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചപ്പോൾ ഇതാ മുനമ്പത്തെ ജനങ്ങളെ ക്രിസ്ത്യാനികളെ BJP പറ്റിച്ചിരിക്കുന്നുവെന്ന് ആദ്യം വിളിച്ചു കൂവിയത് മുസ്ലിം ലീഗും അവരുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമാണ്. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്ന് പറഞ്ഞത്
കൂടാതെ തികച്ചും ജമാഅത്തെ ഇസ്ലാമി ചാനലായ മീഡിയ വൺ മുനമ്പത്തെ സമരസമിതി കൺവീനറിനെ മൊബൈൽ ഫോണിലൂടെ വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഒരു ബൈറ്റ് എടുത്ത് അത് കേന്ദ്ര ഗവൺമെന്റിനെതിരാണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയുമുണ്ടായി. എന്നാൽ ശേഷം ആ സമരസമിതി നേതാവ് താൻ ഇപ്പോൾ ബാംഗ്ലൂരിലാണെന്നും BJP ഗവൺമെന്റ് തങ്ങളെ ചതിച്ചുവെന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് വിശദീകരണം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയമാണ്. ഇതിന്റെ പേരിൽ BJPക്ക് യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതിന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിം ലീഗുകാരും അങ്ങനെ കിണഞ്ഞ് പരിശ്രമിക്കുകയുമാണ്. കോൺഗ്രസിന് സംഭവിച്ച അതേ ക്ഷീണം തന്നെയാണ് അപ്പുറത്ത് CPM-നെയും ബാധിച്ചിട്ടുള്ളത്. കാലാകാലങ്ങളായി തങ്ങൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്തിരുന്ന വെറും വോട്ട് കുത്തി യന്ത്രങ്ങളായിട്ടുള്ള ഈഴവരാണ് ഇപ്പോഴിത് അവർ മാറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടിതാ ഇന്ന് വരെ BJP കടന്നു ചെന്നിട്ടില്ലാത്ത CPM ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പലയിടങ്ങളിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടെ അവർ ഇരച്ചു കയറിയിരിക്കുന്നു. അതിന് ഈ അടുത്തായി SNDPയുടെ നേതൃത്വങ്ങളുടെ ആ BJP അനുകൂല നിലപാടും CPM-ന് തിരിച്ചടിയാവുകയായിരുന്നു. ഇത് CPM-നെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാവുന്ന ഒരു കാര്യമല്ല. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിലാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തുവാനുള്ള ആ കഠിന ശ്രമത്തിലാണ് CPM. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ആ ഒരു ബാനറിൽ പലതും നേടിയെടുത്തപ്പോഴും സംഘടിതരല്ലാത്ത പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് ഇപ്പോഴും വെറും വട്ടപൂജ്യം മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി ഇതാ മുസ്ലിങ്ങൾക്കെതിരായി രംഗത്ത് വന്നു എന്ന് പറഞ്ഞുള്ളിക്കൊണ്ട് ലീഗുകാരും കോൺഗ്രസ്സുകാരും രംഗത്ത് വന്നപ്പോൾ CPM ചെയ്തതാകട്ടെ സാക്ഷാൽ പിണറായി വിജയനടക്കം കൂടെ 6-7 മന്ത്രിമാരും അങ്ങനെ ഒരുമിച്ച് വന്നാണ് കണിച്ചുളങ്ങരയിലേക്ക് എത്തി വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു മതത്തിനെതിരായും മലപ്പുറത്ത് പ്രസംഗിച്ചിട്ടില്ല എന്ന് ഉറക്കെ പറയുവാൻ തയ്യാറായത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അത് തുറന്നു പറഞ്ഞതോടുകൂടി മലപ്പുറത്തെ ആ വിവാദ പ്രസംഗം വെള്ളാപ്പള്ളിയുടെ വെറും ആവിയായി പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്വന്തമാണെന്ന് കരുതുന്ന ക്രൈസ്തവ വോട്ടുകൾ പെട്ടിയിലാക്കുവാൻ വേണ്ടി കോൺഗ്രസും ഈഴവ വോട്ടുകൾ പെട്ടിയിലാക്കുവാൻ CPM-ഉം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.